ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇക്കുവിൻ്റെ വീട്ടിലത്തെ ഒരു ഡേ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റുവ ബേബി ആദ്യം തന്നെ എണീച്ചപ്പം തന്നെ ബൂസ്റ്റൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നൂൽപുട്ട് ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് പാലും പഞ്ചസാരൊക്കെ കൂട്ടിയിട്ട് റുവ ബേബിക്ക് കൊടുത്ത്, ഞാനാണെന്നുണ്ടെങ്കിൽ ബീഫ് കറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ റുവ ബേബിനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അതായത് വെയിലും ഇല്ല എന്നാലോ മഴയില്ല, അങ്ങനെ ആയിട്ട് നിൽക്കുന്നില്ലേ. എനിക്ക് ആ ഒരു ടൈം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഫ്ലവേഴ്സൊക്കെ നോക്കിയിട്ടും ഒക്കെ ഇരിക്കേണ്ട. റുവാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് കളിക്കാനും ഫ്ലവേഴ്സ് പൊട്ടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ടൈമൊക്കെ അവളായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അയിൻ ബേബി എണീച്ച്. അങ്ങനെ രണ്ടാളെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനും അവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ റുവ ബേബി നീറ്റ് പിന്നെയും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ കാണുന്നുണ്ടെങ്കിൽ ഈ ചെരുപ്പ് കണ്ടപ്പോൾ വലിയ വലിയ ചെരുപ്പുകൾ കണ്ടുകഴിഞ്ഞാൽ അതൊക്കെ എടുത്തിടണം, എന്നിട്ട് അതായിട്ട് നടക്കണം കേട്ടോ. വീഴാൻ പോവും, അതെൻ്റെ പണി. ഇടയ്ക്കിടയ്ക്ക് വീഴുകയും ഒക്കെ ചെയ്യും. എന്നാലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വലിയ ചെരുപ്പിടാൻ. അവിടെ ഗൾഫിലാവുന്ന ടൈമിൽ ഇക്കുവിൻ്റെ ചെരുപ്പ് ഇട്ടിട്ടാണ് നടക്കുക. ഇവിടെ ഇപ്പോൾ ഉമ്മയുടെ ചെരുപ്പ് പുറത്ത് എടുക്കണം കണ്ടപ്പം നിന്നിട്ട് കുറേ ഇടാൻ ശ്രമിച്ച് പറ്റാണ്ടായപ്പോൾ അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഇട്ട് മെല്ലെ മെല്ലെ നടക്കുകയാണ് കേട്ടോ. അതേ കിടക്കണം. ഇതന്നെ പണി. ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. എന്നാലും എന്തോ ഒരു ഇഷ്ടമാണ് ഇങ്ങനെ വലിയ ചെരുപ്പ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ ഉമ്മ ഉച്ചക്കലത്തെ പണിയിലാണ്. ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ ഉച്ചക്കലക്ക് കഴിക്കാൻ. അപ്പോൾ ഇതേ ഉമ്മ അവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ റുവാക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ ഉമ്മ മാങ്ങ വാങ്ങിച്ചത് ഇരിക്കണ്ടായിരുന്നു. അതിലൊരെണ്ണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതന്നെ മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞി കുഞ്ഞി പീസാക്കിയിട്ട് അവൾക്കൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മാങ്ങ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കണ്ടേ. ഞാൻ കഴിച്ചു നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉള്ള മാങ്ങയായിരുന്നു കേട്ടോ. പിന്നെ അയിൻ ബേബിനെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ദേ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിലാണ്. പിന്നെ ഉമ്മന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ബീഫ് കറിയും കൂട്ടിയിട്ട് രാത്രി ഡിന്നറിന് കഴിക്കാമെന്നുള്ള പ്ലാനിൽ. ഉമ്മാക്ക് നോമ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി അതെടുക്കാമെന്ന് വിചാരിച്ച്. ഉച്ചക്കൽക്ക് ഇതേ റുവ ബേബിക്ക് നെയ്ച്ചോറ് തന്നെ ഉണ്ടാ കൊടുക്കണത്. അപ്പോൾ നെയ്ച്ചോറും അതുപോലെ ബീഫും പരിപ്പ് കറിയും കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അധികം തിന്നൊന്നുമില്ല, കുറച്ചൊക്കെ കഴിച്ച്. പപ്പടം പിന്നെ അവൾക്ക് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പപ്പടം പിടിച്ചിട്ട് ഒറ്റയ്ക്ക് തന്നെ കടിച്ച് തിന്നണുണ്ട്. പിന്നെ ഞാൻ എനിക്കുള്ള ഫുഡ് എടുത്തിട്ട് വന്ന്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചക്കപ്പുഴുക്കും കൂടി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം കഴിക്കണത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടെ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് വൈകാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം പിന്നെ നമ്മൾ ഇന്ന് ഇന്നമ്മാടെ അവിടേക്കും പിന്നെ ഇക്കാടെ അവിടേക്കൊക്കെ ഒന്ന് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടികൾ എല്ലാവരുമായിട്ട് ഇതേ ഉമ്മ ഞാൻ കുട്ടീസൊക്കെ കൂടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇന്നമ്മാടെ അവിടേക്കാണ് പോണത്. നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ അവിടെ എത്തി. അപ്പോൾ നമ്മൾ ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയത് അങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ വൈകുന്നേരം ചായയിലേക്ക് കൂട്ടിയിട്ട് അത് കഴിക്കണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. നമ്മളവിടെ കുറച്ച് ടൈമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളെ സ്കൂള് വിട്ട് കഴിയുന്ന ടൈമായി കഴിഞ്ഞാൽ നമുക്ക് ബാബിയുടെയും കുട്ടികളുടെ അടുത്തേക്കൊക്കെ പോകാമെന്ന് വെച്ച്. കാരണം അപ്പോഴാണല്ലോ കുട്ടീസൊക്കെ വീട്ടിലെത്തുക. അങ്ങനെ പിന്നെ മാമിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോണത്. അപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് അങ്ങനെ പോവാമല്ലോ, പിന്നെ അവിടെ വരെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ട് പോയി.
ഇക്കാടെ വീട് ഇങ്ങനെ മുഴുവനായിട്ട് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഞാൻ അതിന് ശേഷം പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴാവട്ടെ, ഇങ്ങനെ മുഴുവനായിട്ട് വീട് കിട്ടുന്ന പോലെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി. റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ ആദ്യം ആരുടെ അടുത്തും പോകണുണ്ടായിരുന്നില്ല കേട്ടോ. അസീമിനെയും ജന്നമോളെയും, അല്ലെങ്കിൽ അസമോളെ കണ്ടു കഴിഞ്ഞാൽ പോവായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവൾ ഇങ്ങനെ ഒരു മടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ചമ്മലൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് അസമോൾ ടോയ്സും സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ അവൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പിന്നെ അവളായിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കര ടോയ്സായിട്ട് കളിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അസമോളെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കണ ക്യാറ്റായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ക്യാറ്റ് സൗണ്ട് ഉണ്ടാക്കും. കുഞ്ഞു ദീദി സൗണ്ട് ഉണ്ടാക്കി തരും. കുഞ്ഞു ദീദി എങ്ങനെ സൗണ്ട് ആക്കുക കാണിച്ചേ? ആ ക്യാറ്റ് സൗണ്ട് ആക്കുക. ക്യാറ്റിനെ നെക്കി നല്ല സൗണ്ട് വരുമല്ലോ. ഞാൻ നോക്കട്ടെ ഏതെങ്കിലും സ്ഥലത്തുണ്ടാവും അതിൻ്റെ സാധനം. അയിൻ ബേബിക്ക് പിന്നെ അതേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടാ. അവനിങ്ങനെ തേട്ടി ഡ്രസ്സിലൊക്കെ ആക്കിയിട്ട് അത് പിന്നെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ട് സോഫമ്മലൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോൾ വൈകുന്നേരം ടൈമല്ലേ, അപ്പോൾ ചായ എടുക്കാമെന്ന് പറഞ്ഞ്. ഉമ്മാക്കും മാമിക്കൊക്കെ നോമ്പാണ്. പിന്നെ ഞാനാണ് ചായ കുടിക്കാനുള്ളത്. അപ്പോൾ ഞാനും ബാബിയും കുട്ടികളൊക്കെ കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചത് ഇട്ടാ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ റുവ ബേബിക്ക് വിശക്കുന്നുണ്ടാവില്ല, എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബ്രെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചീസ് വെച്ച് മെൽറ്റാക്കിയിട്ട് കൊടുക്കാട്ടോ. അപ്പോൾ അവൾ ഫുള്ളും കഴിക്കാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ അങ്ങനെ കൊടുക്കലുണ്ട്. അപ്പോൾ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ചീസ് മാത്രം ഇങ്ങനെ എടുത്ത് തിന്നാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ്ട, അല്ലാണ്ട് മര്യാദക്ക് മുഴുവനും ബ്രെഡ് കഴിക്കണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ജ്യൂസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കും നന്നായി ദാഹിക്കണുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ റുവ ബേബിക്ക് കൊടുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര വാശി പോലെ ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ദിവസവും ഉച്ചയാവുമ്പോൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങണതാണ്. അയിൻ ബേബി പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിലും അവനക്ക് വേറെ ഏത് ടൈമിൽ വേണമെങ്കിലും കിടന്ന് ഉറങ്ങാമല്ലോ, എന്നാലും അവന് രാത്രി അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ റുവാനെ ഉച്ചയ്ക്ക് ഉറക്കണം, എന്നാലാണ് പിന്നെ ബാക്കി ടൈം നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ട് രാത്രി പ്രോപ്പറായിട്ട് ഉറങ്ങുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എല്ലായിടത്തും പോയിട്ടൊക്കെ ഉള്ള കാരണം കൊണ്ട് ബേബിനെ ഉറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റുവ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളെ തൊട്ടിയിലിട്ടിട്ട് ഉറക്കി. അങ്ങനെ പിന്നെ അവളെ ബ്രെഡ് ഞാനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ജ്യൂസൊക്കെ കുടിച്ച്. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതേ അയിൻ ബേബി എണീച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രാത്രിക്കലത്തെ ഫുഡ് കഴിക്കുന്ന ടൈമായി. അപ്പോൾ ഇതേ ചക്കപ്പുഴുക്കും ബീഫും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ ഇങ്ങനെ കഴിക്കുക, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ ഒക്കെ കുടിക്കണ വൈകുന്നേരം ടൈമിൽ വെറുതെ ബീഫ് കൂട്ടാണ്ട് തന്നെ ഇത് മാത്രം കഴിക്കാനും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ.